ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ഗോപി പാലുകറിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിഴങ്ങാണ്. ചെറിയ കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. അതിലേക്ക് കുറച്ച് കോളിഫ്ലവർ വേണം. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങാ പാൽപ്പൊടി കലർത്തിയെടുത്ത പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകവും 2 ഏലക്കായും ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് നല്ലതായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നല്ലതായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കിഴങ്ങും കോളിഫ്ലവറും ഒക്കെ വേകാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവറും കിഴങ്ങും ഒക്കെ പകുതി വേവായിട്ടുള്ളൂ. കുറച്ച് നേരം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കിഴങ്ങും കോളിഫ്ലവറും ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഇത്തിരി ഗ്രേവിക്ക് വേണ്ടിയാണ് ഈ കറി ഇത്രയും ലൂസാക്കിയത്. വേണമെങ്കിൽ പാല് നല്ല കട്ടിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ, ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ എടുക്കാം. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിഴങ്ങിലും കോളിഫ്ലവറിലും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അതും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആലു ഗോപി പാലുകറി റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.